ചെയിൻ പഠിപ്പിക്കുന്ന ട്രിവാൻഡ്രത്തുള്ള ഞാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ കോഴ്സുകളിലൊക്കെ ഞങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ബ്ലോക്ക് ചെയിനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻ്റെ സർട്ടിഫിക്കറ്റിൽ രണ്ടാമതൊരാൾക്ക് അവകാശം എടുക്കാൻ പറ്റില്ല. ഓക്കെ, മറ്റത് ഇനിയിപ്പം ഒരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മുടെ ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് പോസിബിൾ ഇല്ല. 100% ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് വളരെയധികം ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡ്രീംസ് എല്ലാം എനിക്ക് ഈ ഒരു എംപവർ ഫാമിലിയിൽ വന്നിട്ട് ഹോളി വൈസ് ത്രൂ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഐ ആം വെരി എക്സൈറ്റഡ്. ഇവിടെ ഞാൻ എക്സൈറ്റഡ് ആണോ എന്നുള്ളത് എല്ലാവരും നോക്കേണ്ടത്, നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്നുള്ളതാണ്. വരുമാനം വാങ്ങി 1 lakhന്റെ ഈ ഒരു മാക്ബുക്ക് എടുത്ത സമയത്ത് ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അമിത് സാറും ജില്ലാ സാറും അസീംക്ക് ഉൾപ്പെടെ എന്തുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ഹൈലൈറ്റ് മാൾ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഞങ്ങളിത് പർച്ചേസ് ചെയ്തു, നമ്മളെടുത്തേക്ക് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നടപ്പിലാക്കുന്ന സമയങ്ങളിൽ എന്താ പറയാ, നമ്മളെ കുറെ പേരെങ്കിലും വീക്ഷിക്കും. ഏകദേശം 4 മാസത്തിനുള്ളിൽ ഞാൻ നടപ്പിലാക്കിയാണ്. ഒരിക്കലും ഇതിന്റെ ഇൻകത്തിന്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ വേണ്ടി പറ്റും. നമ്മള് ലിക്വിഡ് ആയിട്ട് എന്ത് ചെയ്തു, എംപവറിന് വേണ്ടിയിട്ട് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഓരോ അപ്ഡേഷനും ഇതിൽ സെക്കൻഡിനുള്ളിൽ നമ്മുടെ ഫോളോവേഴ്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്ന ഏത് സാധാരണ കാര്യങ്ങളും ടീം നോക്കാതെ സർവീസ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ വേറെയല്ല നമ്മുടെ അസീം സാറിനെ നിങ്ങളുടെ എല്ലാവരും നേരത്തെ കൈകളോടുകൂടി എന്ത് ചെയ്യാം, നമുക്ക് വെൽക്കം ചെയ്യാം. കാരണം ഇന്ന് ആ ഒരു വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ജൂനിയർ ലാഗമുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, അദ്ദേഹത്തിനെ വിശ്വസിക്കുന്നത്. അതിലൊരു ക്യാപ്റ്റൻ വേണ്ടേ? ഈ സ്റ്റെപ്പേഴ്സ് നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ വിളിക്കുകയാണ്. ഇത് മറ്റാരുമല്ല, ഇത് എംപവർ ഇന്റർനാഷണൽ ഒരു ഓർഗനൈസേഷൻ കേരളത്തിലെ ഫേസ്ബുക്ക് സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. വാട്സപ്പ് വരുന്നതിന് മുമ്പ് SMS അയച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ 6 രൂപയും 12 രൂപയൊക്കെ കൊടുത്തിട്ട് ഇന്റർനാഷണൽ SMS അയച്ചുകൊണ്ടിരുന്ന നമ്മൾ ഒറ്റ സിംഗിൾ ടച്ചിൽ SMS അയക്കാൻ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാൻ പറ്റുന്ന കാലഘട്ടം വന്നപ്പോഴാണ് മനസ്സിലായത് കാലഘട്ടം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല ആളുകളും ടെക്നോളജിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മൈഗ്രൻ്റ് ആണ്. നമ്മുടെ കാലഘട്ടം മാറ്റങ്ങൾ സംഭവിച്ചു പോയ സമയത്ത് അതിനോടൊപ്പം പാസ് ചെയ്ത് വന്ന ആളായതുകൊണ്ട് നമുക്കിതിൻ്റെ ആ ഒരു വ്യാപ്തി മനസ്സിലാവില്ല. എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ശരിയല്ലേ? കാരണം നമ്മൾ മൈഗ്രൻ്റ് ആണ്. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളോ $5 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 4.22 കോടി രൂപയുടെ എക്കണോമിക് ടേൺ ഓവർ ആണ്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 7-8 മാസം മുമ്പ് ഉള്ള ഡാറ്റ പ്രകാരമാണ്. സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഹോളിവേഴ്സ് മാറ്റി വെച്ചു. ഹോളിവേഴ്സിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുണ്ട്. നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്ന പോലെയാണ് അതിന്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. Web3 സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകളുടെ ഭാഗമാകുമ്പോൾ അതിൽ കുറെ സാധ്യതകളുണ്ട്. അതിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു വേണ്ട, ചെറിയ രീതിയിൽ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് വലിയ ഭാവി നമുക്ക് ഇപ്പോഴേ സെക്യൂർ ചെയ്തെടുക്കാം. ക്ലിയർ? ഇവിടെയാണ് നമ്മുടെ മെറ്റാ ഫോഴ്സ് അല്ലെങ്കിൽ ഹോളിവേഴ്സ് എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റിൽ 20ഓളം പ്രോഗ്രാമുകൾ അടങ്ങിയിരിക്കുന്ന വലിയ എക്കോ സിസ്റ്റമായിട്ട് 2022 ജൂണിൽ ലോഞ്ച് ചെയ്തത്. 2021 ഓഗസ്റ്റിലാണ് ഇതിന്റെ പ്ലാൻ ബിൽഡ് ചെയ്തതെങ്കിലും 2022 ജൂൺ
23-നാണ് എൻ്റെ ഫസ്റ്റ് ലോഞ്ച് നടന്നത്. ജൂൺ 19. ജൂൺ 30-നാണ് അതിൻ്റെ ജൂൺ 19 ഓപ്പണായി. അപ്പം തന്നെ അത് ക്ലോസ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. കാരണം അതിൻ്റെ ആദ്യം റോയൽറ്റി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ ചേഞ്ചസ് ഉണ്ട്. അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അല്ലെങ്കിൽ ലിമിറ്റ് കഴിയുന്നത് വരെയാണോ, അല്ലെങ്കിൽ മറ്റു അപ്ഡേഷൻ ഉണ്ടാവും? നമ്മുടെ എംപവർഡ് തന്നെ പില്ലേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഇല്ലാസ് സാർ, അതുപോലെ തന്നെ അമീൻ സാർ, ഷാനുക, ഈ 3 പേര് എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെക്ഷൻ ഫസ്റ്റ് ആയിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നു. ഇത്രയും അച്ചീവേഴ്സിനുള്ള നിരത്തിൽ നിർത്തിയില്ല. നമുക്കിപ്പോൾ ഒരു ബിസിനസ് മാർക്കറ്റിൽ കൊണ്ടൊരു പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് അച്ചീവേഴ്സ് ഉണ്ട് എംപവർമെന്റ് കണ്ടില്ലേ? അതിനാരെ ക്രിയേറ്റ് ചെയ്തത്? നമ്മുടെ പില്ലേഴ്സിനാണ് തുടങ്ങിയത്. അപ്പൊ ഇവര് നാലുപേരൊക്കെ അച്ചീവേഴ്സിനെ കാണിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ ജിനാഫ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ക്രിയേറ്റ് ചെയ്ത ലീഡേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഈ ഒരു കൈഡ് കൊടുത്താൽ മതി. നിങ്ങളോട് ചോദിച്ചിട്ടില്ല, ഈ ഒരു കൈഡ് മതിയാണ്. എത്ര കൊടുത്താലും മതിയാവില്ല അല്ലേ? അപ്പൊ മനസ്സറിഞ്ഞത് ചെയ്യാം, നല്ലൊരു കൈഡ് കൊടുക്കാം. ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ. ആദ്യത്തെ 1 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെയാണോ നീഡ്സ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണോ നിങ്ങൾ ഡ്രീം ആയിട്ടുള്ളത്, ആ സാധനം ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് ഡ്രീം സ്വപ്നങ്ങളാണ്, സ്വപ്നങ്ങളുടെ കാര്യം നമ്മുടെ ഹാർട്ടിലേക്ക് ആക്കുക. ഓക്കെ, ഹാർട്ടിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഡ്രീം. നമ്മൾ ഇന്ന് രാവിലെ പ്ലാൻ കേൾക്കുമ്പോൾ പ്രോഗ്രാം കേൾക്കുമ്പോഴും എങ്ങനെ ഡ്രീം, എന്തൊക്കെ ഡ്രീം കണ്ടു എന്നാണ് പറയുന്നത്, എങ്ങനെ നമ്മൾ അച്ചീവ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അറിയോ, ഒരു BMW എടുത്തു, ഞാനെടുത്തു, ജിനാഫ് ഓടി എടുത്തു, പല ആൾക്കാരും ലീഡേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. 25 ലക്ഷം രൂപ ഞാൻ അച്ചീവ് ചെയ്യുമെന്ന് ഉറപ്പോടെ പറയുന്നുണ്ടെങ്കിൽ അത് കോൺഫിഡന്റ് ആണ്. കാരണം 4.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലീഡർമാരാണെങ്കിലും കൂടെ നിൽക്കുന്ന ആളുകളാണെങ്കിലും അവർക്കുള്ള ഉറപ്പാണ്. വാങ്ങിയതിന്റെ തെളിവുകളുള്ളതിന്റെ പേരിൽ മാത്രം കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഒരു തർക്കമില്ല, നമുക്കറിയാം. അതായത് ഇത്രയും പ്രതിസന്ധികളാണെന്നൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ചർച്ച നടക്കുന്ന സമയത്തും ലേഡോ അതാ വരുന്ന വീഡിയോ ഉണ്ട്, പുതിയ വീഡിയോ എടുത്തിട്ട് പറയുന്നു നെക്സ്റ്റ് ഇന്ന ഡേറ്റിൽ ഇന്നതുപോലെ ചെയ്യും, തുറന്ന് പറയാൻ കാണിക്കുന്ന മനസ്സ്. നമുക്കറിയാം പല കമ്പനികളും നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ കമ്പനിക്കൊക്കെ എന്തുണ്ട്, CEO ഉണ്ട്, ഡെവലപ്പർ ഉണ്ട്, പക്ഷെ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. നമുക്ക് കോൺഫിഡന്റ് കൂടും. നമുക്കറിയാം നമ്മുടെ ലീഡേഴ്സ് വേർതിരുന്നുകൊണ്ടിരിക്കുന്നതല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പുതിയ അപ്ഡേഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. ഇവിടെ HC കൗണ്ട് കൂട്ടാൻ വേണ്ടി എത്രയും ഫാസ്റ്റ് ആയിക്കൊണ്ട് HC ഉണ്ടാക്കാൻ, HCയുടെ കൗണ്ടും എങ്ങനെ കൂട്ടും എന്നുള്ള ഒരു സ്ലൈഡ് നമുക്ക് ഉണ്ടായിട്ടില്ല. അതില് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ പോലും ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ, അല്ലെങ്കിൽ അടുത്ത വർഷം 2025 എന്ന് പറയുന്ന ഡിസംബറിൽ ഒരു കോടീശ്വരനാവണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് ഇവിടെ നിങ്ങൾക്ക് വരച്ച് കാണിച്ച്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ അപ്ഡേഷനാണ്. പുറത്തുള്ള ജനങ്ങളൊക്കെ ഹോളിവേഴ്സിന്റെ പ്രതിസന്ധി എന്ന് പറയുന്ന സമയത്ത് അപ്പൊ HCയുടെ വലുത് ഡായാണ് വലുത്. അപ്പൊ ഡായി കിട്ടുന്നില്ല, HC കിട്ടുന്നുണ്ട്. HC സെല് ചെയ്തോ? ഞാൻ ചോദിക്കണം, നമ്മളെല്ലാവരും നമുക്ക്
നമുക്ക് എല്ലാവർക്കുള്ള കൗണ്ട് ഡൗൺ ടൈമാണ് എന്ത് ചെയ്യുന്നത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ആരോടെങ്കിലും പരാതി ഉണ്ടാ, ആർക്കെങ്കിലും ആരോടെങ്കിലും ദേഷ്യം ഉണ്ടാ, കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടാ. ഇതിന്റെ ഇടയിൽ ഹോളിഡേസ് ഓപ്പൺ ആയിട്ട് പോകണമെങ്കിൽ കുറച്ച് HSC മേടിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാകും. എന്താ എന്തെങ്കിലും മരിക്കാൻ പോകുള്ളൂ. ഞാൻ ചോദിക്കുന്നത് രണ്ട് സംഭവമാണ്. കൗണ്ട് ഡൗൺ ടൈമർ ഒന്നാണല്ലോ, ആണോ? അന്നും ഇന്നും എന്നും ഒന്നേ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് ചോദ്യത്തിനും നിങ്ങൾ ആഗ്രഹിച്ചൊരു ഉത്തരം ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മിസൈൽ കണ്ടുപിടിച്ച, സ്വപ്നം കാണാൻ പഠിപ്പിച്ച, സ്വപ്നം എന്താണെന്ന് പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ഇതാണ് നിലപാട്. അതിന് നേരത്തെ നജിമത്ത പറഞ്ഞതുപോലെ 2 അല്ല 3 അല്ല 6 മാസം കാത്തിരിക്കേണ്ടി വന്നാലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കടം പേടിച്ച് ഫീൽഡിലിറങ്ങി കൂടെ നിൽക്കുന്നവരെ പട്ടിണി കിടക്കാതെ ഞാൻ പട്ടിണി കിടന്ന് കഴിഞ്ഞാലും അവരെ വെബ്സൈറ്റ് ഓണാക്കുന്ന ഒരു ദിവസം വരെ, ആദ്യത്തെ വരുമാനം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന മൊമെന്റ് വരെ ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ, പഠിച്ചോ എനിക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ കടം പേടിച്ചിട്ടാണെങ്കിലും ഈ ഫീൽഡിൽ കൂടെ ഉണ്ടാക്കും. കാരണം ഞാൻ എന്നും എംപവറിനെ പിൻപറ്റി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ലീഡറല്ല. എംപവറിനോളം വരുന്ന ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം എന്റെ വീട്ടിൽ എന്നെ പ്രതീക്ഷ എന്റെ മക്കൾ കാത്തിരിക്കുന്നുണ്ട്, എന്നെ പ്രതീക്ഷ എന്റെ കുടുംബം കാത്തിരിക്കുന്നുണ്ട്. വെബ്സൈറ്റ് എന്ന് ഓണാവും എന്ന് ചോദിച്ച് എന്റെ ഭാര്യ കാത്തിരിക്കുന്നുണ്ട്. എന്നാണ് വെബ്സൈറ്റ് ഓണാവുക എന്ന് എന്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. കാരണം അവരുടെ പ്രതീക്ഷ നമ്മളിലാണ്. യെസ് ഓർ നോ? സോ എല്ലാ കാത്തിരിപ്പിലും ഇതുവരെ നമുക്കൊരു ടൈം ഉണ്ടായിരുന്നില്ല. ഇല്ല, ഇപ്പൊ നമുക്ക് ടൈമായി. ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചു നോക്കിയാൽ